ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് കാലഘട്ടം ആഗതമായിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായമാണ് കർത്താവായ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു വേദഭാഗം. ഓരോ ക്രിസ്തുമസ് കാലഘട്ടവും വന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രവും പുൽക്കൂടും തന്നെയാണ്. അതിൽ ഒന്നാമത്തെ ചിന്ത ഇന്നും അതേ പ്രസക്തിയോടെ അതേ തിളക്കത്തോടെ നമ്മുടെ ഉള്ളിലെല്ലാം ആ നക്ഷത്രം ജ്വലിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നക്ഷത്രത്തിന് ഇത്രയും അധികം പ്രാധാന്യം ഉണ്ടാകുവാനുള്ള കാരണം ആ നക്ഷത്രം വഴി കാണിച്ചു കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. രാജാക്കന്മാർക്കും വിദ്വാൻമാർക്കും ആട്ടിടയന്മാർക്കെല്ലാം വഴി കാണിച്ചു കൊടുത്ത് വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരുപോലെ കേന്ദ്രബിന്ദുവായ ക്രിസ്തുവിലേക്ക് വഴി കാണിച്ചു കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. ഈ നക്ഷത്രം തരുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ, സമൂഹത്തിൽ, സഭയിൽ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം തിളങ്ങുന്ന നക്ഷത്രങ്ങളായി നാം ഓരോരുത്തരും മാറണം. ഈ നക്ഷത്രം നമ്മൾ എല്ലാവരോടും നിശബ്ദമായി സൂചിപ്പിക്കുന്ന വേറൊരു സന്ദേശവുമുണ്ട്. എന്നെ ഇന്ന് ഈ ലോകം ആദരിക്കുന്നത് ഞാൻ ക്രിസ്തുവിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന്. കർത്താവായ യേശുക്രിസ്തുവിലേക്ക് മനുഷ്യനെ ദൈവികനാക്കുവാൻ പിറന്ന സാക്ഷാൽ സത്യദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വഴി കാണിക്കുന്ന തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നാം ആയിരിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ ക്രിസ്തുമസ് കാലഘട്ടം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് പുൽക്കൂടാണ്. ഓരോ ക്രിസ്തുമസ് അടുക്കുമ്പോഴും നാം ഒരുക്കുന്ന പുൽക്കൂട് എത്ര ശ്രദ്ധാലുവാണ്. ഓരോ പുൽക്കൂടിലേക്കും നാം നോക്കുമ്പോൾ മാതൃകയായി കാണുന്നത് ബേത്ലഹേമിൽ നാം ദർശിച്ച ജോസഫ് മറിയം ദമ്പതികൾക്ക് മുമ്പിൽ ഉണ്ണിയേശു പിറന്ന നിമിഷത്തെയാണ്. പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് കഷ്ടതകളുടെയും പ്രതിസന്ധികളുടെയും ഇടയിൽ യേശു കുഞ്ഞിനെ ഈ ലോകത്തിന് നൽകിയ അമ്മ കിടന്ന ഇടം, യേശു കുഞ്ഞ് കിടന്ന ഇടം, പുൽക്കൂടിനെ ഇത്ര പ്രസക്തി ഉണ്ടാകുവാനുള്ള കാരണം യേശു കുഞ്ഞിൻ്റെ അതേ മനോഭാവം തന്നെയാണ് ആ പുൽക്കൂടിനും ഉണ്ടായത്. ഓരോ മനുഷ്യനെയും ഓരോ ജീവജാലങ്ങളെയും വേർതിരിവില്ലാതെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം എന്നതാണ് പുൽക്കൂട് തരുന്ന വലിയ സന്ദേശം. ഒരു പുൽക്കൂട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ജോസഫിനെയും മറിയത്തെയും യേശു കുഞ്ഞിനെയും നമുക്ക് ദർശിക്കാം. കൂടാതെ അവിടെ കാവലായി മാലാഖമാരുണ്ട്. ലോകത്തിൽ രാജ്യത്തിൻ്റെ അധിപന്മാരായ രാജാക്കന്മാരെയും വിദ്വാൻമാരെയും കാണാം. സമൂഹത്തിൽ താഴെക്കിടയിലുള്ള ആട്ടിടയന്മാരെയും നമുക്ക് അവിടെ ദർശിക്കാം. ജീവജാലങ്ങളെയും നമുക്ക് കാണാം. അവിടെ ക്രിസ്തുവിൻ്റെ പുൽക്കൂടിനെ ഇത്രമാത്രം ശ്രദ്ധ ആകർഷിച്ചത് മറ്റൊന്നുമല്ല, സർവ്വ സൃഷ്ടിയും ഒന്നായി നിന്ന് ദൈവത്തെ സ്തുതിച്ച ഇടം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ നല്ല ശോഭയുള്ള നക്ഷത്രങ്ങളെ പോലെയും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ള പുൽക്കൂടിനെ പോലെയും ആക്കി തീർക്കുവാൻ ഈ ക്രിസ്തുമസ് കാലഘട്ടം മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സൗഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായ ക്രിസ്തുമസ് എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.